അപ്പോളേ നമ്മളിത് പൊടി എടുത്ത് വെച്ചിരിക്കുന്ന പിടിക്കുള്ള പൊടിയാണ് കേട്ടോ. ഇത് നമ്മൾ എന്താ പറയണേ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ നല്ല രീതിയിൽ പൊടി പൊടിച്ചതാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിപ്പോൾ ഒരു 1.25 കിലോ പൊടിയുണ്ട് കേട്ടോ. നമുക്കൊരു ഡിഷ് പിടിയാണ് കേട്ടോ കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഉപ്പ് കലക്കിയിട്ട് അതിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കണ്ടില്ലേ, വെളുത്തുള്ളി ജീരകം അരച്ചതാണ് കേട്ടോ. ഇത് 3 എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഉണ്ടല്ലോ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് നീര് ഒഴിച്ച് കൊടുക്കാം. കുറച്ചാദ്യം ഒഴിച്ചിട്ട് കൂടിയോന്നൊക്കെ നോക്കിയിട്ട് ഒഴിച്ചാൽ കിട്ടും, ഈ പണി കിട്ടും. പിന്നെ വെളുത്തുള്ളി ജീരകം ഞാനിപ്പോൾ ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിക്കുക. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് അടുത്ത് ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സെല്ലാം ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം, എന്നിട്ട് വേണം നന്നായിട്ട് ഇടിച്ച് തീർന്നെടുക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഒരു 15-20 മിനിറ്റ് ഉരുട്ടി ഇടിച്ച് ചതച്ച് നമ്മൾ ഈ ഒരു പരിവാക്കിയുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ഇതേ ഒരു പരിവാക്കിയിരുന്നു കേട്ടോ. അതായത് മാവ് തൊടുമ്പോൾ താന്നു നല്ല സോഫ്റ്റായിട്ട് താന്നു തന്നെ. ഓക്കെ, അപ്പോൾ ഈ 2 ഉരുളയും ഞാൻ 10-15 മിനിറ്റ് ഇടിച്ച് സെറ്റാക്കി വെച്ചാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രം എടുത്തിട്ട് നമ്മൾ ഉള്ളിയിൽ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ഇതാ ഇതുപോലെ കുഞ്ഞുരുളിയാക്കിയിട്ട് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കണം. പൊതുവെ ഞാൻ പിടിവിട്ടും വിട്ടില്ല, വെച്ച് വലുതാ ഉരുട്ടി വയ്ക്കുള്ളൂ. പക്ഷെ അത്ര വേണ്ട. ഇതാ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ. കുറച്ച് സാധനം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ശരിയാക്കി എടുത്തിട്ട് കാണിച്ചു കേട്ടോ. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് അത്ര ഞങ്ങൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. വേണമെങ്കിൽ അഴിച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിട്ടില്ല, കാരണം ഒട്ടിപ്പിടിക്കാൻ ചാൻസില്ല. അതുകൊണ്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാലേ പലഹാരങ്ങളിൽ ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്ത ഏക സാധനം പിടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ കുറേ നേരിട്ട് ഉരുട്ടണം. ഭയങ്കര എനിക്കിഷ്ടമില്ല. സത്യം പറഞ്ഞാൽ പിടി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പിടി ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തത്. പിടി എന്താണെന്നറിയില്ല, എനിക്ക് ചെറുപ്പം തൊട്ട് പിടി ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് ഭയങ്കര കൊതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പിടി ഉരുട്ടിക്കഴിഞ്ഞു. കണ്ടില്ലേ, പിടി ഉരുട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ ഇത്രയുള്ളൊരു പീസ് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് നമുക്ക് കലക്കി ചേർക്കണം അതിനകത്ത്. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ബാക്കിയത്തെ പരിപാടി കാണാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പിടി വയ്ക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് പിടിക്ക് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ഈ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും പാകത്തിന് വെള്ളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ മുക്കി കളയും. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, തിളക്കട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങി. അപ്പോൾ നമ്മുടെ പിടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവനായി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴല്ലോ ഇതെല്ലാ ഭാഗം തിളയ്ക്കാണ്ട് നമ്മളിത് ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം അധികം തോന്നി കഴിഞ്ഞാൽ കുറച്ച് വേണമെങ്കിൽ മുക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ തിള എല്ലായിടത്തും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ജീരകം കലക്കി വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂട് തിരിയാൻ കൂട്ടി കൊടുക്കാം കേട്ടോ. അത് എല്ലായിടത്തും തിളക്കണം. അങ്ങനെ നിറക്കി കൊടുക്കാൻ പോകും. പയ്യെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് പച്ചവെള്ളം തളിച്ച് കൊടുത്തിട്ട് മാറ്റി വെച്ചില്ലേ ഒരു ചെറിയ ഇത് അതങ്ങ് കളിക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നോക്കി കൊടുക്കാം. അവസാനം ചെയ്ത് നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് സിമ്മിലേക്കകത്ത് വെച്ചേക്കണമെന്ന് ഭയങ്കര തിളച്ച് പൊട്ടുവാണ് കേട്ടോ. നമ്മുടെ മേത്തേക്ക് തീർക്കുക. അതുകൊണ്ടാണ് അത് വെള്ളമൊക്കെ ഇത്രയും വേണം നമുക്ക് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലാണല്ലോ നമ്മുടെ സംഭവം. ഇത് തിളക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഇനി നമുക്കിത് ഒരു ഡിഷിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് തണുപ്പിക്കണം.
അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത്തിരി പാടാണ് കേട്ടോ ഇത് ഇളക്കണമെങ്കിൽ, കാരണം നമ്മുടെ മേത്തേക്ക് എപ്പോഴും ഇങ്ങനെ പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കും. ഒരു കയ്യിലിൻ്റെ നീട്ടം വേണം, നമ്മുടെ കയ്യിൽ ഇത്രയും നീട്ടമുള്ളൂ, അതുകൊണ്ടാണ് പ്രശ്നം. ശരിക്കും പണ്ടൊക്കെ ആൾക്കാരിങ്ങനെ നമ്മുടെ തെങ്ങിൻ്റെ കയ്യില്ലേ അതിങ്ങനെ വെട്ടി കീറിയിട്ട് വലിയ നീട്ടത്തിലുണ്ടാക്കിയിട്ടൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഒരെണ്ണം പണിയിക്കണ പോലത്തെ സാധനം. പിന്നെ ഞാനിത് ചൂടോടെ തന്നെ പാത്രത്തിലേക്ക് കോരി മാറ്റട്ടെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ പണി കിട്ടും, പെട്ടെന്ന് ഉറച്ചു പോകും. ഞാനുണ്ടല്ലോ ഇതൊന്ന് ഒരു കപ്പ് ഉപയോഗിച്ച് കോരി എടുക്കണം കേട്ടോ. കപ്പ് ഡിഷിലേക്ക് കോരി നിർത്താം.